എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വ്യത്യസ്തമായ ചേരുവകൾ ചേർത്തിട്ട് ഒരു മീൻ ഫ്രൈ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് ചതച്ചെടുത്താൽ മാത്രമേ അത് പൊടികളുടെ കൂടെ ഒന്ന് മിക്സായി കിട്ടത്തുള്ളൂ. അതിലേക്ക് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നീട് നല്ല എരിവുള്ള മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ അടുത്തതായി കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് മീൻ ഫ്രൈ തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് വാളൻപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തതാണത്. അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കത് നല്ലപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ അയല മീനിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏത് മീൻ വെച്ച് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായി അതിനെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഒരു അരമണിക്കൂറിലധികമെങ്കിലും പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെക്കണം. എന്നാൽ മാത്രമേ ആ മസാല നമ്മുടെ മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടത്തുള്ളൂ. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം കുറച്ച് അരിപ്പൊടി എടുക്കാം. അതിലേക്ക് നമ്മൾ അരമണിക്കൂറിലധികമായി മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് തരുമ്പോൾ നല്ലൊരു ക്രിസ്പി എഫക്റ്റ് കിട്ടും. കുറച്ച് നൈസായിട്ട് പൊടിച്ച അരിപ്പൊടിയാണ് കേട്ടോ ഇത്. അതിലേക്ക് നമ്മൾ എല്ലാ മീനും ഇങ്ങനെ മാറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും വീണ്ടും ഒരു 15 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ച് ചൂടായതിലേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ അരിപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു വശം നന്നായി ഫ്രൈ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിടാം. ഒരു 8 മിനിറ്റെങ്കിലും വേണ്ടി വരും അയല ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടി. അടുത്ത വശം കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റുള്ള മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ ചേരുവകൾ ചേർത്തിട്ട് മീൻ ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.